ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കടുംചായയൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കട്ടൻ ചായ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തേയില അരിച്ചെടുക്കുന്നതിന് വരെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ആറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേയിലയൊക്കെ അടിയിൽ അടിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് ഊറ്റിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അരിപ്പയൊക്കെ ഉപയോഗിക്കുന്നതിന് വരെ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ചെയ്താൽ മതി. അരിപ്പെടുത്ത് ചുമ്മാ അപ്പോൾ ടൈം കളയുമ്പം വേണ്ട, അത് കഴുകാനുള്ള സമയം കൂടെ നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലും ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനുള്ള ഈസി ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കുത്തിരി വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ തുണിക്ക് മുക്കുന്ന പശയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് മതി, ഒത്തിരിയൊന്നും വേണ്ട. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചാൽ മതി. ഈ അരി നമ്മുടെ ഈ വെള്ളവും ഈ മണവും ഒക്കെ കൂടെ വലിച്ചെടുത്തത് എപ്പോഴും നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെയെല്ലാം നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ബാത്റൂമിലൊക്കെ ആണെങ്കിലും എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാനായിട്ട് ഇത് നല്ലതാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ ഒത്തിരിയൊക്കെ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഉരുകി ഇങ്ങനെ തമ്മി ഒട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ വരാനുള്ള സിമ്പിൾ ട്രിപ്പാണ് പറയുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും നന്നായിട്ട് ഒട്ടാതെ നമുക്കിരിക്കും. ഇനിയിപ്പോൾ ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നമ്മൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ മീൻ വറക്കുകയോ ഇറച്ചി വറക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ മറ്റുള്ള പാത്രം ഉരച്ച് കഴുകുന്നത് പോലെ ഇത് ഉരച്ച് കഴുകാൻ പറ്റില്ല. അപ്പം മണം എപ്പോഴും പോകണമെന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് ആ മണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന തേയില ഉണ്ടല്ലോ, തേയില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിലോട്ട് തൂവി കൊടുത്താൽ മതിയേ. ഈ സ്മെല്ലൊന്നും ഇങ്ങനെ വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം മാറ്റാനായിട്ട് വീട്ടിൽ മുട്ട പുഴുകിയതിൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കുക കളയാതെ. അതിനുശേഷം ആ മുട്ടത്തോട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. നമ്മളത് പൊടിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട. എങ്ങനെയാണോ മാറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ സോഡാപ്പൊടിയില്ലേ, അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലുള്ള ഒരു ഇതൊക്കെ കാണുമല്ലോ അവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പല്ലി ശല്യം ഒരുമാതിരി വരെ നമുക്കത് കുറയ്ക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ സിങ്കിൽ മണം വരാതിരിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി തൂവി കൊടുത്തിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മണം ഒന്നും ഉണ്ടാകാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ കാണിച്ച ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ ടിപ്സൊക്കെ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.